എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ തന്നെ പറയാം, വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും നല്ലതായി തോന്നുകയാണെങ്കിൽ കുറച്ച് പേർക്ക് ഷെയർ ചെയ്യുക. അങ്ങനെയെങ്കിലും കുറച്ച് പേർ ഇക്കാര്യം അറിയട്ടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തിട്ടുമുണ്ടാകും. ഞാനും വോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പാർട്ടിക്കാരും പല വിധത്തിലുള്ള മോഹന വാഗ്ദാനങ്ങളും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാകും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഏതെങ്കിലും ഒരു പാർട്ടി ഭരണത്തിൽ വരികയാണെങ്കിൽ എല്ലാവരും പറയുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ വികസനം കൊണ്ടുവരും, ഇന്ത്യ എന്താക്കും, സമ്പദ് വ്യവസ്ഥയിൽ മുൻപന്തിയിൽ എത്തിക്കും എന്നൊക്കെയാണ് വാഗ്ദാനങ്ങൾ നൽകാറുള്ളത്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. ഇതുവരെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഭരിച്ച് പോയിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ ഒരവസ്ഥ? ഏകദേശം ഇങ്ങനെയാണ് ഒരു കണക്കെടുത്താൽ നമുക്ക് ഇവിടെയുള്ളവരെ തരംതിരിക്കാൻ ആവുക. എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ്, ബിസിനസ്സുകാർ, ഇൻവെസ്റ്റേഴ്സ്. ഇതിൽ വരുന്നത് 50% പേരാണ് എംപ്ലോയീസും സെൽഫ് എംപ്ലോയീസും, 5% പേരാണ് ബിസിനസ്സുകാരും ഇൻവെസ്റ്റേഴ്സും. ഇതിൽ നമ്മുടെ മൊത്തം സമ്പത്ത്, ഇന്ത്യയുടെ മൊത്തം സമ്പത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ 5%. ഈ 50% പേർ ദാരിദ്ര്യത്തിലാണ്. അപ്പോൾ ചോദിക്കും, 100% അല്ലേ, ആ 50% എവിടെ, 45% എവിടെ പോയി എന്ന്. ഈ 45% പേരും ഏറ്റവും താഴേക്കിടയിലാണ്. ഏറ്റവും താഴേക്കിടയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിൽ. അത്രയും ദരിദ്രന്മാരാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയുടെ ദാരിദ്ര്യ സൂചിക പ്രകാരം 2014 മുതൽ 2019 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ചേരി ജനസംഖ്യ 65 ദശലക്ഷത്തോളം ആയി മാറി. 2014 മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയെ ഒരു വൻ സാമ്പത്തിക ശക്തിയായി ഉയർത്തും എന്നാണ്. ഇപ്പോൾ മോദി സർക്കാർ ആരെയാണ് സാമ്പത്തിക ശക്തിയായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. 2014 അധികാരത്തിൽ വന്ന മോദി 2019 ആവുമ്പോഴേക്കും സാമ്പത്തിക ശക്തിയായി ഉയർത്തിയതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 10 കൊല്ലമായിട്ട് മോദിയുടെ സുഹൃത്ത് ഗൗതം അദാനി പണക്കാരനായിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവൻ 5 കിലോ സൗജന്യ അരിക്കായി കാത്തുകെട്ടി ഇരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മോദിയുടെ വാഗ്ദാനത്തിൽ ആരെയാണ് പണക്കാരനാക്കി മാറ്റാം എന്ന് പറഞ്ഞിട്ടുള്ളത്. राम मंदिर क्या हमको खाने का देगा? 5 किलो राशन दे रहे भैया, हमको राशन नहीं चाहिए, हमें रोजगार चाहिए। जो हमारे पास 12,000 15,000 की नौकरी रहेगी तो हम 5 किलो राशन नहीं भरा लेंगे महीने में। जनता को इन्होंने खरीद रखा है 5 किलो राशन में। जितना बड़ा ये थैला दे रहे हैं उतना बड़ा तो ये राशन नहीं। മാധ്യമപ്രവർത്തകൻ രാമക്ഷേത്രം പണിയുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പാവപ്പെട്ട ഒരു സ്ത്രീയുടെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. രാമൻ നമുക്ക് ഭക്ഷണം തരുമോ? 5 കിലോ അരി തരാന്ന് പറഞ്ഞിട്ട് പറ്റിക്കുമല്ലേ ചെയ്യുന്നേ? 5 കിലോ അരി തിന്നെക്കാട്ടി നല്ലത് നമുക്കൊരു 100 റുപ്യ ദിവസം കിട്ടുന്ന പണിതാ. നമ്മൾ ജീവിച്ചു പോയിക്കോളും. രാമക്ഷേത്രം പണിയുടെ ഒരു കാര്യവുമില്ല. അതൊക്കെയാണ് ആ സ്ത്രീ പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, എന്താണ് ഇവിടെ നടക്കുന്നത്? ആരാണ് മോദി? എന്താണ് മോദി? എന്തിനാണ് മോദി? ഇനി അതാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, കുറച്ച് നാൾ മുമ്പ് ട്രംപിൻ്റെ വരവുണ്ടായിരുന്നു ഡൽഹിയിലേക്ക്. ആ സമയത്ത് നരേന്ദ്രമോദി എന്താ ചെയ്തതെന്നറിയോ? ദാ കണ്ടോ, വലിയൊരു മതിൽ കെട്ടി എല്ലാം മറച്ചു വെച്ചു.
അതാണ് മോദി ചെയ്തത്. इसी के तहत ये पूरी दुकानें यहाँ से ढक दी गई हैं। जो थोड़ा झुग्गी टाइप घर थे उनको भी ढक दिया गया। എന്നിട്ടും തീർന്നില്ല. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അധികം പുറത്തിറങ്ങാൻ പാടില്ല. ഇവർക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഈ കോവിഡിന് മറ്റേ ഇത് ചെയ്തില്ലേ, നമ്മൾ ക്വാറന്റൈനിൽ ഇരുന്നില്ലേ, അതുപോലെയായിരുന്നു ജനങ്ങൾ ആ സമയത്ത്. പാവപ്പെട്ട ജനങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് അത്യാവശ്യ സാധനം പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പോലീസുകാരെ അടിച്ചോടിക്കുക ചെയ്തുകൊണ്ടിരുന്നേ. मैं भी एक सामान्य परिवार से हूँ। मेरे जीवन में मेरे माँ बाप का बहुत बड़ा रोल रहा है। मैं बहुत गरीब परिवार से हूँ। आप जानते हैं मैं रेलवे स्टेशन पे चाय बेचता था। കേട്ടില്ലേ? ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാണ് നമ്മളെ കാണിക്കുന്നത്, നമുക്കറിയുന്നതല്ലേ നരേന്ദ്രമോദി പണ്ട് ചായ വിറ്റത് നടന്നതല്ലേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. സത്യമാണോ? നിങ്ങൾ അങ്ങനെയാണോ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? എന്നാൽ നിങ്ങളെ BJP വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്താക്കി വെച്ചിട്ടുള്ള, ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാം, എന്നിട്ട് ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഓക്കെ? चाय बेची है, मेरे पिता ने पूरी जिंदगी चाय बेची, पूरी जिंदगी। इसीलिए कहा जाए तो चाय बेचने वाले का बेटा कहना चाहिए, चाय बेचने वाला नहीं कहना चाहिए. ഇപ്പം എങ്ങനെയുണ്ട്? അയാളെ സഹോദരൻ പറയുന്നത്, എൻ്റെ അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ അച്ഛൻ ജീവിതകാലം മുഴുവൻ ചായ വിറ്റിട്ടാണ് നമ്മളെ പോറ്റിയത്. നരേന്ദ്രമോദി അടക്കം വരുന്ന അവരെ കുടുംബത്തിലെ കുട്ടികളെ പോറ്റിയത് ചായ വിറ്റിട്ടാണ്. അപ്പോൾ ഞാൻ ചായ വിറ്റു എന്നല്ല പറയേണ്ടത്, എൻ്റെ അച്ഛൻ ചായ വിൽപ്പനക്കാരനായിരുന്നു എന്നാണ് പറയേണ്ടതെന്നാണ് അയാളെ സഹോദരൻ പറയുന്നത്. ഇനി നിങ്ങളെന്താണ് പറയാനുള്ളത്? ഇപ്പം മനസ്സിലായോ? നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പ്, BJP വാട്സപ്പ് ഗ്രൂപ്പ് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അത്രയും പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു ജനിച്ചത്, അത്രയും ഇതായിരുന്നു, ഞാൻ ചായ വിറ്റ് നടന്നതായിരുന്നു, അത്രയും പാവപ്പെട്ട വീടായിരുന്നു എൻ്റെത്, യാതൊരു സൗകര്യവും ഇല്ലായിരുന്നു എന്ന്. അപ്പം ഞാനിവിടെ ഒരു ഫോട്ടോ കാണിക്കാം. അയാളുടെ പണ്ട് ചൈൽഡ്ഹുഡിൽ, അതായത് കുട്ടിക്കാലത്ത് താമസിച്ച വീടാണ് ഇത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ 1950 കാര്യമാണ് പറയുന്നത്. 1950 ഈ എങ്ങനെയുള്ളൊരു വീട് പാവപ്പെട്ടവരെ വീടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 1980 അല്ലെ 85 ജനിച്ച ഒരാളാണെങ്കിൽ നമ്മളെ നാട്ടിലെല്ലാം വീട് സകലത് ഓടിട്ട വീടായിരുന്നു, കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ചില ആൾ പുല്ലുമേഞ്ഞ വീടായിരുന്നു. അപ്പോൾ ഈ ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുമോ 1950 അത്രയും പാവപ്പെട്ടവൻ്റെ ഒരു വീടായിരുന്നു എന്ന്? ഇനിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. मित्रों, मैं बचपन में रेल के डिब्बे में चाय बेचता था। ഇദ്ദേഹം പറഞ്ഞതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് പറഞ്ഞതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഭിക്ഷ യാചിച്ചിട്ട് ആണ് ഏകദേശം 35 വർഷം ജീവിച്ചതെന്നാണ് പിന്നീട് പറഞ്ഞത്. BJPയിൽ വന്നതിന് ശേഷം ഭിക്ഷ യാചിച്ചിട്ടാണ് ജീവിച്ചതെന്നാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞു 35 വർഷം, പിന്നെ പറഞ്ഞു 40 വർഷം. അതെന്തോ ആയിക്കോട്ടെ, കണക്കെന്തോ ആയിക്കോട്ടെ, ഏകദേശം 30-35 വർഷം ഇയാൾ ഭിക്ഷ അയച്ച് ജീവിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ ഭിക്ഷ അയച്ച് ജീവിച്ച ആള് US വിസിറ്റ് പോയ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന US വിസിറ്റ് പോയതാ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, കൃത്യമായിട്ട് ഡെയിലി 500 റുപ്യ വേതനം കിട്ടിയിട്ട്, കൂലി കിട്ടിയിട്ട് ജീവിക്കുന്ന ഒരുത്തന് പോട്ട് കൊടൈക്കനാലിൽ നമ്മളെ ഗുണ കേവ് കാണാൻ പോകണമെങ്കിൽ 2000 രൂപ പിന്നെയും കടം മേടിക്കേണ്ടി വരും. ഒരു 3 ദിവസത്തെ ട്രിപ്പിനെ 2000 രൂപ കടം മേടിക്കേണ്ടി വരും. എന്നുവെച്ചാൽ കുടുംബത്തിലെ ചിലവ് എല്ലാം കഴിച്ചിട്ട് ഇവൻ ടൂർ പോകാൻ സേവ് ചെയ്ത് വെക്കണമെങ്കിൽ 2000 രൂപ കടം മേടിക്കേണ്ടി വരും. ആ അവസ്ഥയിലാണ് ഭിക്ഷ യാചിച്ചിട്ട് ഈ പറയുന്ന മാന്യ വ്യക്തി US ടൂർ പോയത്. ഏതൊക്കെ സ്ഥലങ്ങളാണ് കണ്ടതെന്ന് നോക്ക്. US ടൂർ പോയത് ഏത് BJPയിൽ വന്നിട്ടേ ഉള്ളൂ. ആ സമയത്ത് നേതാവായിട്ടില്ല, മന്ത്രി ആയിട്ടില്ല, MLA ആയിട്ടില്ല, MP ആയിട്ടില്ല. BJPയിൽ വന്ന് RSS വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള കാര്യമായി പറയുന്നേ. US ട്രിപ്പ് പോയി. എങ്ങനെയുണ്ട്? ഇദ്ദേഹമാണ് പറയുന്നത് ഞാൻ പാവപ്പെട്ടവനാണെന്ന്, ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് നടന്നയാന്ന്. മൊരച്ച കള്ളല്ലേ പറയുന്നേ? എന്നിട്ട് അതിനെ പിന്താങ്ങിയിട്ട് അതിനൊരു ക്രെഡിറ്റ് ആയിട്ട് എടുത്തിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പുള്ളി ഭയങ്കര പാവപ്പെട്ടവനായിരുന്നു എന്ന്. ഇനി ഇതെന്തിനാ പറഞ്ഞിരുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം.
ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഇയാൾ അവതരിപ്പിച്ചതെന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞുതരാം. മുന്നേ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്, കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ്. ആ സമയത്ത് BJP ഒരുപാട് തവണ തോറ്റു, വന്നു തോറ്റു. അതിനിടയിൽ ഏതോ ഒരു സമയത്തൊക്കെ ഭരണത്തിൽ കയറി. പക്ഷെ അന്നേരമൊന്നും 1-2 തവണ ഭരണത്തിൽ കയറി. പക്ഷെ അന്നേരമൊന്നും BJPക്ക് പിന്നീട് ഉള്ള പിടിച്ചു നിർത്താൻ പറ്റിയില്ല, ആ ഭരണം പിടിച്ചു നിർത്താൻ പറ്റില്ല. വീണ്ടും കോൺഗ്രസ് തന്നെ കയറിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഇവരൊരു ഐഡിയ പ്രയോഗിച്ചു. സാധാരണ ഇത് ബിസിനസ്സുകളിലൊക്കെയാണ് ഈ ഐഡിയ പ്രയോഗിക്കുന്നത്. ഒരു ബ്രാൻഡ് സൃഷ്ടിച്ചെടുക്കുക. ഒരു ബ്രാൻഡ് സൃഷ്ടിച്ചെടുത്ത് അത് ജനങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്ന് ഇറക്കുക. എന്നാൽ പിന്നെ ജനങ്ങൾ എന്താവും, അത് മാത്രമേ ചിന്തിക്കൂലൂ. അങ്ങനെ ഒരു ബ്രാൻഡിനെ തപ്പിപ്പോയപ്പോഴാണ് ഇവർക്ക് മോദീനെ കിട്ടിയത്. അങ്ങനെയാണ് ഇവർ മോദീനെ കുറിച്ച് കഥകൾ ഇറക്കാൻ തുടങ്ങിയത്. ആദ്യം ഗുജറാത്തിലേക്ക് ഇട്ടു, ഗുജറാത്തിലേക്ക് പ്രധാനമന്ത്രിയെ ആക്കിയിട്ട് ഗുജറാത്തിലേക്ക് ഇട്ടു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഏകദേശം 3 കൊല്ലത്തോളം ഗുജറാത്തിൽ ഈ മോദി ഭരിച്ചിട്ടുണ്ടായിരുന്നു. മോദി 3 കൊല്ലത്തോളം ഭരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അവിടുത്തെ ദാരിദ്ര്യ, അതായത് ജനങ്ങളുടെ, ചേരിയിൽ താമസിക്കുന്ന ചേരി നിവാസികളുടെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ 1.6 ദശലക്ഷം ആൾക്കാരാണ്. ആകെ എത്രയാണ് പോപ്പുലേഷനിലൂ? അതിൻ്റെ 1.6 ദശലക്ഷം അത്രയും പാവപ്പെട്ടവരാണ്. ഞാൻ നേരത്തെ കാണിച്ച പോലെയുള്ള ആൾക്കാരാണ് ഇതിലുള്ള ഇവിടെ ഉള്ളത്. അവിടെ എന്ത് വികസനമാണ് ആൾ കൊണ്ടുവന്നത്? റോഡും കാര്യങ്ങളെല്ലാം പോയി കാണണം നിങ്ങൾ. പൊട്ടിപ്പൊളിഞ്ഞ റോഡും കാര്യങ്ങളെല്ലാമാണ്. എന്ത് വികസനമാണ് കൊണ്ടുവന്നത് ഇയാൾ? ആ സമയത്ത് ഇയാളെ ആരും ഗുജറാത്തിലൊന്നും പോയി നോക്കാൻ പോകുന്നില്ല. അന്ന് വാട്സപ്പും മീഡിയകളും സോഷ്യൽ മീഡിയകളെല്ലാം വളർന്നു വരുന്ന സമയമാണ്. ഫോൺ തന്നെ മര്യാദയ്ക്കില്ല ആ സമയത്തൊന്നും. ഈ ആൻഡ്രോയിഡ് ഫോണൊന്നുമില്ല. ആ സമയത്ത് ഇവരടിച്ചിറക്കി, കഥകളിറക്കി. ഗുജറാത്തിൽ വൻ വികസനം, ഗുജറാത്തിൽ വൻ ഇത്, ഇതാ അത്രയും മോദി 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 മാജിക് എന്നൊക്കെ പറയാൻ തുടങ്ങി. ആ സമയത്താണ് ഇയാളുടെ ഇന്റർവ്യൂ എടുക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുന്നത് ആ സമയത്താണ്. ആ സമയത്താണ് ഇയാൾ കഥ ഇറക്കുന്നത്. ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ അത്രയും പാവപ്പെട്ടവനാണ്, ഞാൻ അന്ന് ആ നിലയിൽ നിന്നാണ് ഇത്രയും ഉയർന്നു വന്നത്, ഭിക്ഷ യാചിച്ചിരുന്നു, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റിരുന്നു. എന്തിനാണിത് പറഞ്ഞതെന്നല്ലേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം? ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞു 65 ദശലക്ഷം പാവപ്പെട്ടവരാണുള്ളത്. അപ്പം അവരുടെ മനസ്സിലൊരു ചിന്ത വരും, പാവപ്പെട്ടവന് മാത്രമേ പാവപ്പെട്ടവൻ്റെ വേദന അറിയാൻ പറ്റൂ, പാവപ്പെട്ടവന് മാത്രമേ പാവപ്പെട്ടവൻ്റെ വേദന അറിയാൻ പറ്റൂ, കൊമ്പത്തിരിക്കുന്നവൻ അറിയാൻ പറ്റൂല. ഇവനെ പിടിച്ച് മന്ത്രിയാക്കി കഴിഞ്ഞാൽ നമ്മളെ ദുരിതവും കഷ്ടപ്പാടും എല്ലാം തീരും. അങ്ങനെയാണ് മോദീനെ മിശിഹായായിട്ട് ആളുകൾ കാണാൻ തുടങ്ങിയത്. എവിടെ ചെന്നാലും മോദി. നിങ്ങൾ കോൾഗേറ്റിന്റെ പരസ്യം കണ്ടിട്ടില്ലേ? കോൾഗേറ്റ് പേസ്റ്റ് എല്ലാവർക്കും അറിയില്ലേ? ഈ കോൾഗേറ്റ് പേസ്റ്റ്, എന്ത് പേസ്റ്റ് വാങ്ങുമെന്ന് നമ്മളെന്താ ചോദിക്കില്ലേ? കോൾഗേറ്റ് പേസ്റ്റ് കൊണ്ടാ, ഒരു കോൾഗേറ്റ് പേസ്റ്റ് കൊണ്ടാ, അല്ലെ കോൾഗേറ്റ് കൊണ്ടാന്ന് പറയില്ലു, പേസ്റ്റ് കൊണ്ടാന്ന് പറയില്ല. എങ്ങനെയാ അത് വന്നത്? ഏത് സമയത്തും എത്ര കാലം, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ, ദൂരദർശനിൽ രാമായണം കാണുന്ന ആ സമയം മുതൽ കോൾഗേറ്റിന്റെ പരസ്യമുണ്ട്. വാഷിംഗ് പൗഡർ നിർമ്മ, അന്നേരം ഉണ്ട് ആ പരസ്യം. വാഷിംഗ് പൗഡർ എന്ന് പറഞ്ഞാൽ വേറെ കമ്പനീൻ്റെ പേരൊന്നും നമ്മളെ മനസ്സിൽ വരില്ല. ഫസ്റ്റ് വരുന്ന പേര് നിർമ്മ എന്നാണ്. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൾഗേറ്റ് എന്നാണ്. പാല് എന്ന് പറഞ്ഞാൽ മിൽമ എന്നാണ്. ഇതെങ്ങനെ വന്നു? അവരത്രമാത്രം പരസ്യം ചെയ്ത് 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 നമ്മളെ ഉപബോധ മനസ്സിൽ ആഴ്ന്നിറക്കി. ഇത് ഈ അവരെ ബ്രാൻഡ് നെയിം അതുപോലെ തന്നെയാണ് മോദിനെ ഇറക്കിയിട്ടുള്ളത്. ഭരണം അത് മാത്രമായിരുന്നു ലക്ഷ്യം. അങ്ങനെയാണ് മോദി ഭരണത്തിൽ കയറുന്നത്, ഇന്ത്യൻ്റെ മന്ത്രിയാവുന്നത്. അങ്ങനെയാണ് എല്ലാവരും ഉപബോധ മനസ്സിലും ഇപ്പോൾ മോദിയാണ്. മോദിനെ കഴിച്ച് വേറെ ആരെങ്കിലും ഉണ്ടാ? എടോ 3 സ്ഥലത്താണ് മോദിക്ക് അമ്പലം പണിതേ. 3 സ്ഥലത്ത്. തമിഴ്നാട്ടിലുണ്ട് അമ്പലം, മോദീൻ്റെ അമ്പലം. മോദീനെ ദൈവമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പ്രമുഖരും പെടും. ദൈവമായിട്ടാണ് കാണുന്നേ. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നേ? ഇതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് മോദി ഉണ്ടാക്കും. എന്നാൽ മാത്രമേ ഇവർക്ക് ഭരണം കിട്ടുള്ളൂ. അതായത് അത്രയും പാവപ്പെട്ട നിലയിൽ നിന്ന് ഉയർന്നു വന്നൊരു നേതാവ് എന്നുള്ള രീതിയിലാണ് ഇയാൾ അവതരിപ്പിച്ചിരിക്കുന്നത്.
ഇതൊന്നല്ല സത്യം എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അറിയുന്നവരുണ്ടാവാ, പക്ഷെ ശബ്ദിക്കാൻ പറ്റൂല. ശബ്ദിച്ച ED വരും. കണ്ടില്ലേ കേജ്രിവാളെല്ലാം ജയിലില് എത്ര സ്ഥാപനങ്ങളിൽ എത്ര സ്ഥലങ്ങളിലാണ് ED കയറി വന്നേ. ED എന്തെങ്കിലും ഒന്നും നടക്കുന്നുണ്ടാ? ഒന്നും നടക്കാൻ സമ്മതിക്കൂല. ഇനി മോദിയാണ്, മോദി മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മളെ ഇലക്ഷൻ കേരളത്തിൽ കഴിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോൻ്റെ തുടക്കം മുതൽ ആദ്യം പറഞ്ഞത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോ കുറച്ചെങ്കിൽ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, കുറച്ചെങ്കിൽ ആളെ തലയിൽ ആൾതാമസം വരണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, നിങ്ങളെ നട്ടല് വളഞ്ഞിട്ടല്ല എങ്കിൽ കുറച്ചാക്കെങ്കിൽ ഷെയർ ചെയ്യും. ആള് കാണട്ടെ, ആളറിയട്ടെ ആരാണ് ഇയാൾ, ആർക്കാണ് ഇയാൾ പാദസേവ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും അറിയട്ടെ. ഇതൊന്നിനു വേണ്ടിയിട്ടല്ല, ഒരു പാർട്ടിനും അയാളോട് ഒരു വിരോധവും. അയാൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ എൻ്റെ കുടുംബത്തിനെ ഉപേക്ഷിച്ചത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണെന്ന്. അതും ഞാൻ പറഞ്ഞുതരാം. എന്തിന് ഇയാൾ പ്രാർത്ഥിക്കുന്നത് ശ്രീരാമനാണ്. വനവാസത്തിന് പോവാൻ അച്ഛൻ പറഞ്ഞത് ശ്രീരാമനോടാ. പക്ഷെ ശ്രീരാമൻ ഭാര്യനെ കൈവിട്ടിട്ടില്ല, ഒപ്പരം കൂട്ടി. അയാൾ രാമരാജ്യം ഉണ്ടാക്കി. ആ കഥയാണ് ഞാൻ പറയുന്നത്. രാമൻ ഭയങ്കര സംഭവം എന്നല്ല പറയുന്നത്. രാമരാജ്യം ഉണ്ടാക്കി. ആടെ പാവപ്പെട്ടവനില്ല, ദരിദ്രനില്ല, ഒന്നുമില്ല. രാമരാജ്യം ഉണ്ടാക്കി. അന്നേരമെല്ലാം ഇയാളൊപ്പരം ഭാര്യ ഉണ്ടായിട്ടില്ലേ? ഭാര്യയ്ക്ക് വേണ്ടി എന്തെല്ലാം അയാൾ ചെയ്തു. പിന്നെ ഇയാൾ എന്തിനാ ഭാര്യനെ ഉപേക്ഷിച്ച്? മോദി രാമഭക്തനാണെങ്കിൽ ഇവിടെ ഈ പാവപ്പെട്ടവൻ എന്ന് പറയുന്ന മുസോളിനി, ഹിറ്റ്ലർ, ഇവരൊക്കെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നല്ലേ വന്നത്. അവരൊക്കെ അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നല്ല നേതാക്കൾ എന്നല്ല പറയുന്നത്, അവരുടെ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം പാവപ്പെട്ട കുടുംബത്തിൽ നിന്നല്ലേ വന്നത്. പണക്കാരനായിട്ടാണോ വന്നത്? അല്ല, നല്ലത് ചെയ്തിട്ടുണ്ട്. ഇയാൾ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നല്ലത് ചെയ്തെന്ന്? ഇതല്ലേ വാട്സപ്പ് യൂണിവേഴ്സിറ്റി അല്ലേ പറയുന്നത് നല്ലത് ചെയ്തതിന്. നിങ്ങൾ രാജ്യം ഒന്ന് കറങ്ങി നോക്ക്, പൈസ ഉണ്ടെങ്കിൽ കറങ്ങി നോക്ക്. നിങ്ങൾക്ക് മനസ്സിലാവും ഈ രാജ്യത്ത് എത്രമാത്രം പാവപ്പെട്ടവരുണ്ട്, ഏത് കാലത്തുണ്ട്. 10 കൊല്ലമായി അയാളെ ഭരിക്കുന്നത്. 10 കൊല്ലത്തിന് ഇത്രയും മാത്രം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ഇത്ര അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രമുഖർ പറയുന്നത്. ഇത്രയും അവസ്ഥ, ഈ ഒരു അവസ്ഥ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ഉണ്ടായിട്ടില്ല എന്നാ പറഞ്ഞേ. അടിമപ്പണി എടുത്തുകൊണ്ട് കൊടുക്കുക നമ്മൾ. തക്കതായ പ്രതിഫലം കിട്ടാതെ അടിമപ്പണി എടുത്തുകൊണ്ട് കൊടുക്കുക നമ്മൾ. എന്തെങ്കിലും ഒന്ന് കിട്ടുന്നുണ്ടാ? അപ്പോൾ ആലോചിക്കുക. ഒരു 5 പേർക്കെങ്കിലും ഇത് ഷെയർ ചെയ്യുക, കാണട്ടെ ആരാണ് എന്താണ് എന്നുള്ളത്. ആരോടുള്ള വിരോധം കൊണ്ട് പറയുന്നില്ല. ഇന്ത്യയെ നമുക്ക് രക്ഷിക്കണം. ആരെങ്കിലും ഒരാൾ വന്നേ പറ്റൂ. ഇന്ത്യയെ നമുക്ക് രക്ഷിക്കണം. ഇയാൾ തുടർന്ന് പോവുകയാണെങ്കിൽ തദൈവ ഗോവിന്ദ. ആലോചിച്ച് നോക്കുക. അപ്പം ശരി, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.